അപ്പോൾ നമ്മൾ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ മത്തിച്ചാകര ഇങ്ങനെ കൂടി വരുന്ന ടൈമാണ്. അപ്പോൾ മത്തി കഴിച്ചു മടുത്തു, മത്തി ഇങ്ങനെ കൂടി തിന്ന്. ഇന്നലെ മത്തിയാണ്, ഡെയിലി മത്തിയാണ്. എന്ത് മീൻ വാങ്ങണതും ഒപ്പം മത്തി വാങ്ങണ കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പഴയ ആൾക്കാരൊക്കെ മത്തി ഇല്ലാതെ നടക്കൂല എന്നില്ല, മത്തി മാത്രം കഴിക്കണ കുറേ ടീംസ് ഉണ്ട്. മത്തി ഒരു ജീവിതത്തിൽ കഴിക്കാത്തവരും ഉണ്ട്. അപ്പോൾ ഈ 2 കിലോ 100-നും 3 കിലോ 100-നൊക്കെ മത്തി ഇങ്ങനെ പള്ളറച്ച് കിട്ടുമ്പോൾ നമുക്ക് മത്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും അറിയണ തന്നെയാണ്, എന്നാലും കുറേ പുതിയ പഠനങ്ങളും പണ്ട് പറയാതെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും നിരീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യയോഗ്യമായ മത്സ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1-ാം സ്ഥാനത്താണ് നമ്മുടെ മത്തി. 2 കിലോ 100 കണക്കാക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മത്സ്യയോഗ്യമായ മീനാണ് മത്തിയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് മത്തി കഴിക്കുന്ന ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായ ചില രോഗങ്ങൾ വളരെ കമ്മിയാക്കാരെന്നുള്ളതും ഹൃദയാരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി ഒമേഗ-3 എന്ന സംഭവം എന്നൊരു സംഭവം അതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഒമേഗ-3 ഉള്ളതുകൊണ്ടും മത്തി സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും അൾഷിമേഴ്സ് രോഗം വരാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അൾഷിമേഴ്സ് എന്ന രോഗം വരൂല, അല്ലെങ്കിൽ അത് വരാനുള്ള ചാൻസ് കുറവാണെന്നുള്ള പുതിയ പഠനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളുള്ള വില വളരെ തുച്ഛമായിട്ടുള്ളൊരു എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നതുമായിട്ടുള്ളൊരു മീനാണ് മത്തി എന്നുള്ളത്. അപ്പോൾ മത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അറിയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക, അത് മാറ്റിയാനും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉപകാരപ്പെടും. ഓക്കെ.